അവളെ കളിയാക്കിയത് ശരിയാണോ? മഹേട്ടാ, ഞാൻ അല്ലെങ്കിൽ തന്നെ ഗംഗയെ കളിയാക്കാനുള്ള എന്ത് യോഗ്യതയാ ശ്രേയക്കുള്ളത്? ഗംഗയ്ക്കുള്ള പല കഴിവുകളും ശ്രേയക്കുണ്ടോ? അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കാതെ സംസാരിക്കാനെങ്കിലും അറിയൂ. ഓഹോ, അപ്പോ ഞാനായി കുറ്റക്കാരിയും കഴിവില്ലാത്തവള്. എല്ലാത്തിനും എല്ലാവർക്കും ഇവളെ പൊക്കി പിടിക്കാനാണല്ലോ താല്പര്യം. ആ രീതിയിൽ എല്ലാരും മയക്കി വെച്ചിരിക്കുവാണല്ലോ ഇവള്. അതൊരു കഴിവല്ലേ? അതൊരു വല്ലാത്ത കഴിവ് തന്നെയാ. പക്ഷേ വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. പറഞ്ഞാലേ ശരിയാവില്ല. ശ്രേയെ കുറച്ച് വഴക്കു പറയേണ്ടതായിരുന്നു. ആ സാരമില്ല, അടുത്ത ചാൻസിന് പറയാം, അല്ലേ അച്ഛാ? മോൾക്ക് ഇംഗ്ലീഷിൽ പറയാനുള്ള പ്രസംഗം അച്ഛൻ പഠിപ്പിച്ചു തരാം കേട്ടോ. ആണോ? ഹായ് ഗംഗേ, അച്ഛൻ പ്രസംഗം പഠിപ്പിച്ചു തരാന്ന്. ഗംഗെ, ശ്രേയ പറഞ്ഞൊന്നും ഓർത്ത് ഗംഗ വിഷമിക്കാൻ നിൽക്കണ്ട. ശ്രേയ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഗംഗയ്ക്ക് അറിയില്ലേ? ഗംഗയും ആളും കൂടി എന്റെ മുറിയിലേക്ക് വന്നു കേട്ടോ. ഞാൻ അവിടെ വെച്ച് പ്രസംഗം പഠിപ്പിച്ചു തരാം. ശരി അച്ഛാ, ഞങ്ങൾ വന്നേക്കാം. പാല് കുടിക്കേ. ഹലോ, എന്തായി നകുൽ കാര്യങ്ങളൊക്കെ? നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ സാവകാശം വേണം. നടക്കില്ല. ഇപ്പൊ തന്നെ നീ ഒരുപാട് വൈകി. ഇനിയും സമയം തരാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഗംഗയെ നീ ഇവിടെ എത്തിച്ചിരിക്കണം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുവേണ്ടി തന്നെ ഞാൻ ശ്രമിക്കുന്നതും. പക്ഷേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ അത്ര നിസ്സാരമല്ല. ആ ഇട്ടാവിട്ടത്തുനിന്ന് ഒരു പെൺകുട്ടിയെ കടത്താൻ നിനക്ക് സാധിച്ചില്ലെങ്കിൽ നീ പണി നിർത്തി വേറെ വല്ല പഠിക്കുമ്പോടാ. നിങ്ങൾക്ക് എന്താ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവാത്തെ? വിവാഹം കഴിയാതെ ഗംഗയെ കടത്താൻ പറ്റില്ല. കഴിഞ്ഞ തവണ സംഭവിച്ചത് നിങ്ങൾ നേരിട്ട് അറിഞ്ഞല്ലേ? അന്നെന്തോ ഭാഗ്യം കൊണ്ടാ പിടിക്കപ്പെടാതെ പോയത്. എങ്കിൽ പിന്നെ എന്തിനാ നിന്റെ വിവാഹം താമസിപ്പിക്കുന്നത്? എത്രയും പെട്ടെന്ന് അത് നടത്തിക്കൂടെ? എനിക്കെന്താ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? എത്രയും പെട്ടെന്ന് അത് നടത്തി അവളെ അവിടെ എത്തിക്കാനായി എന്റെ ആഗ്രഹം. പക്ഷേ അതിന് തടസ്സം ആ പെൺകുട്ടിയാ, മാളു. നിനക്ക് നാണം ഉണ്ടോടോ എന്നോട് പറയാൻ? ഇത്തിരി ഇല്ലാത്തൊരു കൊച്ചു കാരണമാണത്രേ ഡീല് നടക്കാത്തത്. നീ എന്താ ഒന്നും മിണ്ടാത്ത? ആ കൊച്ചു കുട്ടിയെ ഒഴിവാക്കാൻ അറിയാത്ത നീ എങ്ങനെ ഗംഗയെ ഞങ്ങൾക്ക് എത്തിച്ചേരും? വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങള്. കാഴ്ചയിൽ കൊച്ചാണെങ്കിലും അവക്ക് വലിയവരെക്കാൾ ബുദ്ധിയാണ്. എന്റെ പദ്ധതികളെല്ലാം തകർക്കുന്നത് അവൾ ഒറ്റൊരുത്തിയാ. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഗംഗയുടെ പേര് പറഞ്ഞ് നീ കൈപ്പറ്റിയ അഡ്വാൻസ് ചെറുതൊന്നുമല്ല. പിന്നെ ആ പെണ്ണിന്റെ ഫോട്ടോ കണ്ടത് മുതൽ ബോസിന് അവളെ പെട്ടെന്ന് എത്തിക്കണമെന്ന് നിർബന്ധം. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ നീ അവളെ കടത്തണം. അതെങ്ങനെ? അതൊന്നും നടക്കില്ല. പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ എത്തിച്ചിരിക്കും. പക്ഷേ അല്പം കൂടി സാവകാശം കിട്ടിയേ മതിയാവും. ഞാൻ പറഞ്ഞല്ലോ, ഞാനും നിന്നെ പോലെ ബോസ് പറഞ്ഞത് മാത്രം അനുസരിക്കാൻ വിധിക്കപ്പെട്ട ആളാ. ഇത് ബോസിന്റെ തീരുമാനമാണ്. ഗംഗയെ ഇന്ന് രാത്രി തന്നെ അവിടെ നിന്ന് കടത്തിയിരിക്കണം. അല്ലെങ്കിൽ നിനക്ക് അറിയാലോ ബോസിനെ. വാക്ക് വ്യത്യാസം കാണിച്ചാൽ കൂടെ നിൽക്കുന്നവരായാലും ശത്രുക്കളായാലും ബോസിന് ഒരുപോലെയാ. അപ്പോ നമുക്ക് തുടങ്ങാം മാളു. ആ അച്ഛൻ പറഞ്ഞതാ. സ്പീച്ച് പറയുമ്പോ
ഇനിയിപ്പോ നമുക്ക് ടോപ്പിക് പറയണം. ഉം. ഇന്ന് മാളുവിന്റെ ടോപ്പിക്ക് മദേഴ്സ് ഡേ അല്ലേ? ഉം. അപ്പൊ അത് പറയണം കേട്ടോ. ഉം. ടുഡേ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് മദേഴ്സ് ഡേ. അറ്റ് ഫസ്റ്റ് ഐ വിഷ് എവരിവൺ എ വെരി ഹാപ്പി മദേഴ്സ് ഡേ. മദേഴ്സ് ഡേ ഇസ് എ ഡേ ടു ഷോ ലവ് ആൻഡ് ഓണർ ടു അവർ മദേഴ്സ്. മാളുവിന് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടച്ചാ. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? എന്താ മോളെ? നമ്മളെന്താ മദേഴ്സിനോട് മാത്രം ലവും ഹോണറും കാണിക്കുന്നേ? അതോ, ഓരോ കുഞ്ഞിനെയും 10 മാസം വയറ്റിൽ ചുവന്ന് പ്രസവിക്കുന്നത് ആരാ? അമ്മമാര് അല്ലേ? ഉം. മാളുവിന്റെ ദേഹത്ത് എന്തെങ്കിലും വെയിറ്റ് കെട്ടിവെച്ചാൽ മോൾക്ക് നടക്കാനും ഓരോന്ന് ചെയ്യാനും എന്തൊരു പാടായിരിക്കും. ഉം. അപ്പോ നമ്മുടെ അമ്മയ്ക്ക് ഈ 10 മാസവും എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. അത് മാത്രല്ല മോളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയാ പ്രസവ വേദന. അങ്ങനെ മരണത്തിന് സമമായ വേദന സഹിച്ച ഓരോ അമ്മമാരും അവരുടെ മക്കൾക്ക് ജന്മം നൽകുന്നത്. അതെ, അതുകൊണ്ടാ അമ്മമാർക്ക് മക്കളെ പിരിയാൻ സാധിക്കാത്തത്. എന്നിട്ട് എന്താ അച്ഛാ എന്റെ അമ്മ എന്നെ വിട്ടു പോയത്? എന്റെ അമ്മയ്ക്ക് എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നില്ലേ? മോളുടെ അമ്മയ്ക്ക് മാളുവിന് ജീവനായിരുന്നു. മാളുവിന് വേണ്ടി എന്തൊക്കെ ചെയ്യുമായിരുന്നെന്നറിയോ? നീ ഉണ്ടായതിൽ പിന്നെ എന്റെ കാര്യങ്ങളിലുള്ള ശ്രദ്ധ പോലും കുറച്ച് ആ സമയം കൂടി നിന്റെ കൂടെ കഴിയാനാ മാളുവിന്റെ അമ്മ ആഗ്രഹിച്ചത്. അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ. ഗംഗ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളവരാ ആദ്യ ഈശ്വരൻ നേരത്തെ കൊണ്ടുപോകുന്നെന്ന്. എന്റെ അമ്മ ഒരുപാട് നല്ലതായോണ്ട് ഈശ്വരൻ എന്റെ അമ്മയെ ഒത്തിരി ഇഷ്ടായിരുന്നു. അതാ പെട്ടെന്ന് എന്റെ അമ്മയെ ഈശ്വരന്റെ ലോകത്തേക്ക് കൊണ്ടുപോയത്. അല്ലേ ഗംഗേ? അതെ മോള്, അമ്മ ആഗ്രഹിച്ച പോലെ നല്ല കുട്ടിയായിട്ട് വളർന്നു വേണം അമ്മയോടുള്ള ഇഷ്ടം കാണിക്കാൻ. അയ്യോ അച്ഛാ, സ്പീച്ച് പറഞ്ഞോ? ആ ശരിയാ, പറഞ്ഞ് നമ്മൾ സ്പീച്ച് മറന്നു. എങ്കിൽ പഠിക്കാം. എടുത്തു. ഇനി ഞാൻ സ്കൂളിൽ ഷൈൻ ചെയ്യും. മിടുക്കിയായിട്ട് പറഞ്ഞ് ഫസ്റ്റ് വാങ്ങണം കേട്ടോ. അതൊക്കെ എന്റെ മോള് പറയും അല്ലേ? അതെ. സത്യത്തില് മാളു എന്ത് ഭാഗ്യം ചെയ്ത കുട്ടിയാ. മാളുവിനെല്ലാം പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും മഹേട്ടൻ കൂടെ ഉണ്ടല്ലോ. ചെറുപ്പത്തില് എനിക്കും ഇംഗ്ലീഷ് പറയണമെന്നും പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാധിച്ചില്ല. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. എങ്ങക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. സത്യമാണോ മഹേട്ടാ? എന്നെ പഠിപ്പിക്കോ? അതിനെന്താ, ഉറപ്പായിട്ടും പഠിപ്പിക്കാം. അല്ലേ മാളു? ഗംഗയ്ക്ക് പഠിക്കാൻ ഞാൻ എന്റെ ബുക്സ് ഒക്കെ തരാം. ഇതൊക്കെ കേൾക്കുമ്പോ എന്ത് സന്തോഷാണെന്നറിയോ? സന്തോഷിച്ചോ, പക്ഷെ പഠിച്ചില്ലെങ്കിൽ നല്ല അടിയും കിട്ടും. അതെ, ഗംഗയെ അടിക്കാൻ നമുക്കൊരു ചൂരല് വാങ്ങാം അച്ഛാ. അയ്യോ, ഈ കുട്ടി ടീച്ചർ എന്നെ തല്ലിക്കൊല്ലുവോ? ഇനിയിപ്പൊ ഗംഗ എനിക്ക് സഹായത്തിനൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അതെന്താ സീമേച്ചി, ഞാൻ എവിടെ പോവാനാ? ഗംഗയിന് തിരക്കാവുമല്ലോ. ഈ സീമേച്ചി എന്തായി പറയുന്നേ? അതോ, ഗംഗയ്ക്ക് ഇംഗ്ലീഷ് ട്യൂഷൻ എടുക്കാന്ന് മഹിസാറ് പറഞ്ഞെന്ന് കേട്ടല്ലോ. അതെ, എനിക്ക് ഇംഗ്ലീഷ് പറഞ്ഞു തരാമെന്ന് മഹേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പഠിക്കാൻ മാളുവിന്റെ പുസ്തകങ്ങൾ തരാന്ന് അവളും പറഞ്ഞിട്ടുണ്ട്. അത് കൊള്ളാലോ. അപ്പൊ പിന്നെ ഗംഗ രക്ഷപ്പെടും. അതെന്താ സീമേച്ചി? മഹിസാറ് പഠിപ്പിച്ച് ഗംഗയ്ക്ക് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിത്തരും. പിന്നെന്തിനാ എന്നെ പോലെ അടുക്കളയിലൊക്കെ കിടന്നിങ്ങനെ കഷ്ടപ്പെടുന്നത്? അങ്ങനെ വലിയ ജോലിക്കാരി ആവണമെന്നൊന്നും എനിക്കില്ല.
പക്ഷേ പഠിക്കാൻ ഒരുപാട് ഇഷ്ടായിരുന്നു. ചെറുപ്പത്തില് അതിനൊന്നും സാധിച്ചില്ല. എന്റെ ആഗ്രഹം അറിയാവുന്നതുകൊണ്ട് തന്നെയാ ശ്രീ മഹേശ്വരൻ മഹേട്ടിനെ കൊണ്ടിപ്പോ ഇങ്ങനെ പറയിച്ചത്. അല്ലെങ്കിലും ഗംഗ നല്ല കുട്ടിയാ, അതുകൊണ്ട് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. സത്യം പറയല്ലോ സിമേച്ചി, മഹേട്ടിനെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാ എന്റെ വലിയ ഭാഗ്യം. ചെറുപ്പത്തിലും എനിക്ക് താങ്ങായിട്ട് പല അവസരങ്ങളും മഹേട്ടനുണ്ടായിട്ടുണ്ട്. ഇപ്പതേ വീണ്ടും പഠിക്കണമെന്ന എന്റെ ആഗ്രഹം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, എന്റെ മുത്തശ്ശിയോട് പോലും. പക്ഷേ മഹേട്ടനത് മനസ്സിലായി. മഹിസാറിനെ കുറിച്ച് എത്ര പറഞ്ഞാലും ഗംഗയ്ക്കത് മതിയാവില്ലല്ലേ? അത് സത്യ. മഹേട്ടൻ എനിക്ക് ഈശ്വരന് തുല്യ. എന്റെ ജീവിതത്തില് ഇനി ആരൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും മഹേട്ടന്റെ സ്ഥാനം എന്നും മുകളിൽ തന്നെയായിരിക്കും. അതെനിക്കറിയാം. എനിക്കെന്നല്ല, നിന്നെ അറിയാവുന്ന എല്ലാവർക്കും അത് മനസ്സിലാവും. സത്യത്തിൽ ഇന്നത്തെ കാലത്ത് ഗംഗയെ പോലുള്ള കുട്ടികളെ കാണാൻ പോലും കിട്ടാറില്ല. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നവരാ ഞാൻ ഉൾപ്പെടുന്ന പലരും. പക്ഷെ ഗംഗയോ മഹിസാറിനോടുള്ള സ്നേഹം കൊണ്ടും നന്ദി കൊണ്ടുമല്ലേ ഇവിടെ വന്ന് താമസിക്കുന്നത്. അതൊരു വലിയ മനസ്സ് തന്നെയാ. ആ നിനക്ക് മഹിസാറ് പകരം എന്ത് തന്നാലും കൂടുതലാവില്ല. ഇതൊക്കെ എന്റെ കടമയല്ലേ സീമേച്ചി? അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നതില് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഏതായാലും നീ പഠിച്ച് മിടുക്കിയാവ്. ഗംഗേ, എന്താ മുത്തശ്ശി, ചായയോ മറ്റോ വേണോ? വേണ്ട, നീ ഒന്നിങ്ങ് വന്നേ. എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ മുത്തശ്ശി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ പറയാം, നീ ഒന്നിങ്ങോട്ട് വന്നേ. അതൊന്ന് നോക്കിക്കോ സിമേച്ചി, ഞാനിപ്പോ വരാം. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു വിളിച്ചിട്ട് മുത്തശ്ശി എന്താ ആലോചിച്ച് നിൽക്കുന്നത്? എനിക്ക് ആലോചിക്കാനുള്ളത് മുഴുവൻ നിന്നെ പറ്റിയാ. എന്താ മുത്തശ്ശി, എന്താ പറ്റിയത്? മോളെ, നമുക്ക് തറവാട്ടിലേക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോകുന്നോ? അതെന്താ പെട്ടെന്ന്? ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഇവിടുന്ന് പോകുന്നതാ എല്ലാവർക്കും നല്ലത്. അതിന്റെ കാര്യല്ലേ മുത്തശ്ശി ഞാൻ ചോദിക്കുന്നത്. അതെന്താ, നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കാര്യവും കാരണവും ബോധിപ്പിക്കണമെന്നുണ്ടോ? അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? മുത്തശ്ശി എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? മുത്തശ്ശി പറയുന്നത് എന്തെങ്കിലും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇനി ഇവിടെ നിന്നാൽ അത് നിനക്ക് ദോഷം ചെയ്യുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. മഹിക്കും മാളൂനും അല്ലാതെ ആർക്കും നീ ഈ വീട്ടിൽ നിൽക്കുന്നതിനോട് യാതൊരു താല്പര്യവും ഇല്ല. പലപ്പോഴും ദേവയാനി ഉൾപ്പെടെ എല്ലാവരും നിന്നെ ശത്രുവിനെ പോലെയാ നോക്കുന്നത്. അതിന് ഞാൻ അവരോടൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മുത്തശ്ശി. അതൊക്കെ ശരിയാ, പക്ഷേ അത് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തിനാ മോളെ നീ വെറുതെ ആളുകളുടെ ശത്രുതയും ഇഷ്ടക്കേടും ഒക്കെ സമ്പാദിച്ചു വെക്കുന്നത്? ഇങ്ങനൊക്കെ പറയാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടാകാതിരിക്കാനാ ഇവിടെ നിന്ന് പോകാന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം നടത്തണം. അതൊക്കെ ഞാൻ സമ്മതിച്ചല്ലോ. വിവാഹ നിശ്ചയവും നടത്തിയില്ലേ? മുത്തശ്ശി പറയുന്ന ആൾക്ക് മുന്നില് കഴുത്ത് നീട്ടിക്കൊടുക്കാനും ഞാൻ തയ്യാറാ. എങ്കിലും നിന്നെ നകുലിന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ എനിക്ക് സമാധാനം കിട്ടില്ല. ഓരോ ദിവസവും ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളാ. എല്ലാത്തിലും അറിഞ്ഞോ അറിയാതെയോ നീയും ഭാഗമാകുന്നു. ഇങ്ങനെ പോയാൽ നിന്റെ വിവാഹത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമോ എന്ന് എനിക്ക് നല്ല ഭയമുണ്ട്. നിശ്ചയം കഴിഞ്ഞില്ലേ? ഇനി വിവാഹത്തിന് എന്ത് തടസ്സം ഉണ്ടാവാനാ മുത്തശ്ശി? ഈ സമയത്ത് ഇവിടുന്ന് വരാൻ മുത്തശ്ശിനെ നിർബന്ധിക്കരുത്. എനിക്കതിന് പറ്റില്ല. അതെന്താ നിനക്ക് പറ്റാത്തത്?
വിവാഹം കഴിയുന്നവരെയുള്ള സമയമല്ലേ എനിക്കിവിടെ മാളുവിനോടൊപ്പം നിൽക്കാൻ പറ്റൂ? അത്രയും നാളെങ്കിലും ഞാനിവിടെ നിന്നോട്ടെ മുത്തശ്ശി. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് എന്താ മോളെ കാര്യങ്ങൾ മനസ്സിലാവാത്തത്? നിന്റെ ജീവിതത്തിൽ എന്നും ഉണ്ടാകേണ്ടത് മാളുവും മഹിയും അല്ല, നകുലാണ്. പലപ്പോഴും നീ നകുലിനോട് അകലം കാണിക്കാറുണ്ട്. അത് നകുലിനെ നന്നായി വിഷമിപ്പിക്കുന്നുമുണ്ട്. എന്നിട്ടും അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് അവൻ നിന്റെ ഇഷ്ടത്തിന് ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ലേ? അതെന്താ മുത്തശ്ശി, വിവാഹത്തിന് മുൻപേ എന്റെ കാര്യങ്ങളും ഇഷ്ടങ്ങളും തീരുമാനിക്കേണ്ടത് നകുലേട്ടനാണോ? ഒരു പരിധി വരെ ആണ് മോളെ. നിശ്ചയം കഴിഞ്ഞാൽ പാതി കല്യാണം കഴിഞ്ഞതുപോലെയാ. ഇപ്പോ നീ നകുലിന്റെ പെണ്ണായി കഴിഞ്ഞു. ഇനി അവന്റെ കൂടി താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം. ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ മുത്തശ്ശി, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകരുത്. മാളുവിനോടും മഹേട്ടനോടുള്ള ഇഷ്ടം മാത്രല്ല, മറ്റൊരു ലക്ഷ്യം കൂടി എനിക്കുണ്ട്. എന്ത് ലക്ഷ്യം? ഗൗരി ചേച്ചിയുടെ മരണം. അതിന്റെ പിന്നിലെ സത്യം എന്താണെന്ന് എനിക്കറിയണം. നീ ഇതെന്തൊക്കെയായി പറയുന്ന ഗംഗേ? അതേ മുത്തശ്ശി, മഹേട്ടൻ ഒരിക്കലും ഗൗരി ചേച്ചിയുടെ മരണത്തിന് കാരണമാവില്ല. പിന്നെ എങ്ങനെ ഗൗരി ചേച്ചി മരിച്ചത്? അതറിഞ്ഞാൽ മാത്രമേ മഹേട്ടന്റെ ദേഹത്ത് വീണ് ആ കറ മാറൂ. വേണ്ട, ആവശ്യമില്ലാത്ത ഒരു കാര്യവും നീ അന്വേഷിക്കണ്ട. അങ്ങനൊരു തീരുമാനം നിനക്കുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ നമ്മൾ ഇവിടെ ഇറങ്ങും. മുത്തശ്ശി, ഞാൻ... വേണ്ട ഗംഗേ, ഒന്നും പറയണ്ട. അതിന്റെ പുറകെ പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഈ വീടുമായി നിനക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഈ വീടിന്റെ പടി പോലും നീ ഇനി ചവിട്ടില്ല. വേണ്ട മുത്തശ്ശി, അങ്ങനെ പറയരുത്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന കരക്കെടുത്തിട്ട മീനിന്റെ അവസ്ഥയാവും എന്റേത്. മാളും മഹേട്ടനും എന്റെ ജീവന്റെ ഭാഗ. എങ്കിൽ ഒരു അന്വേഷണത്തിനും നീ ഇനി പോകാൻ പാടില്ല. ശരി, ഞാനൊന്നും തിരക്കില്ല. എനിക്കിവിടെ നിന്നാ മാത്രം മതി. കൊഞ്ചിച്ചും ലാളിച്ചും മാത്രമാണ് ഞാൻ നിന്നെ വളർത്തിയത്. ഇന്നുവരെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. അതിനുള്ള അവസരവും നീ ഉണ്ടാക്കിയിട്ടില്ല. ഈ കാര്യത്തിന് പിറകെ നടന്നാൽ എന്റെ മോളെ എനിക്ക് ശിക്ഷിക്കേണ്ടി വരും. ഇല്ല, മുത്തശ്ശി പറയുന്നതിനെതിരെ ഞാനൊന്നും ചെയ്യില്ല. നിന്റെ കാര്യത്തിൽ എന്റെ മനസ്സിൽ എന്തൊക്കെയോ ആശങ്കകൾ ഉണ്ടായത് സത്യമാണെന്ന് എനിക്കിപ്പോ ഉറപ്പായിട്ടുണ്ട്. എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സ് തരുന്ന മുന്നറിയിപ്പാണ് അത്തരം ആശങ്കകളും വേവലാതികളും. നീ ഗൗരിയുടെ മരണത്തിന്റെ സത്യം അന്വേഷിച്ചിറങ്ങിയാൽ അതിന്റെ ഫലം ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കാത്തതും ചിന്തിക്കാത്തതുമായ എന്തെങ്കിലും ആണെങ്കിലോ? അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്? നമുക്കറിയാത്ത പലതും ഈ വീട്ടിൽ നടന്നിട്ടുണ്ടാവും. ഈ വീട്ടിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതൊക്കെ സത്യമാണെങ്കിൽ നീ ഗൗരിയുടെ മരണം അന്വേഷിച്ചു പോയാൽ നിനക്കും ഗൗരിയുടെ അതേ അനുഭവം വന്നാലോ? ഗൗരി ചേച്ചിയുടെ മരണം എങ്ങനെയായിരുന്നു എന്ന് മുത്തശ്ശിക്കറിയോ? ഇല്ല, പക്ഷേ ആയുസ്സത്ത് മുൻപ് ആ പാവം ഈ ഭൂമി വിട്ടു പോയില്ലേ? അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാകാതിരിക്കില്ലല്ലോ. അതന്വേഷിച്ച് നീ നടന്നാൽ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് ആരാ ഉള്ളത്? അതുകൊണ്ട് നിന്നെ ഇനി ഇവിടെ നിർത്താൻ എനിക്ക് താല്പര്യമില്ല ഗംഗേ. ഇല്ല മുത്തശ്ശി, ഞാനിനി ഒന്നും അന്വേഷിച്ച് നടക്കില്ല. പക്ഷെ മുത്തശ്ശി എന്നോട് ഇവിടുന്ന് വരാൻ നിർബന്ധിക്കരുത്. വിവാഹം കഴിയുന്നവരെങ്കിലും ഞാൻ കുറച്ചു നാളും മാളുവിനൊപ്പം കഴിഞ്ഞോട്ടെ. ശരി, നിന്റെ ഇഷ്ടം ഞാൻ തടയുന്നില്ല. ഞാൻ സമ്മതിച്ചു.
സത്യം പറയട്ടെ, ഒരു ലോട്ടറി അടിച്ച സന്തോഷമുണ്ട് മനസ്സിൽ. ഈ മുഖം അത് പ്രതീക്ഷിച്ചാ ഞാൻ വന്നത്. അപ്പൊ എന്റെ മനസ്സറിഞ്ഞതുപോലെ ദേ മുന്നില്.